ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാനെടുത്ത ട്രേഡും കാര്യങ്ങളും എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. ഇന്ന് ഫസ്റ്റ് ഇന്ന് തുടക്കത്തിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് ഒരു ബുള്ളിഷ് ട്രെൻഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ട്രേഡ് എടുക്കാനായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ഫസ്റ്റ് ഞാൻ ആ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു പുൾ ബാക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുൾ ബാക്ക് വന്നതിന് ശേഷം ഞാൻ വെയിറ്റ് ചെയ്ത് ഈ ഒരു ലെവലിൽ പിന്നെ എത്തിയപ്പോഴത്തേനാണ് ഞാനൊരു ട്രേഡ് എടുത്തത്. ഇതിന് ശേഷം പിന്നെയും താഴോട്ടാണ് പോകുന്നതെങ്കിൽ ഞാൻ ഈ ഒരു ലെവലിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് പിന്നെ ട്രേഡൊന്നും എടുക്കണില്ല എന്നുള്ള ഡിസിഷനിൽ നിൽക്കുമായിരുന്നു. മൊമെൻറ്റം കിട്ടുവാണെങ്കിൽ ജസ്റ്റ് ഒരു 100 പോയിൻറ്റ്സ് ഒന്ന് ക്യാപ്ചർ ചെയ്യാം സെൻസെക്സിൽ എന്ന് കരുതിയിട്ടായിരുന്നു ഞാൻ ഇരുന്നിരുന്നത്. അതുപോലെ തന്നെ ഒരു 80-90 ആ ഒരു റേഞ്ച് എത്തിയപ്പോൾ തന്നെ ഞാൻ പിന്നെ എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആയിരുന്നു. അതിനുശേഷം പിന്നെ ഓപ്പർച്യൂണിറ്റി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ട്രേഡ് എടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇന്ന് വേറെ ട്രേഡൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒറ്റ ഒരു ട്രേഡ് മാത്രമേ എടുത്തിരുന്നുള്ളൂ. ആ ട്രേഡിൽ പ്രോഫിറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ വേറെ ട്രേഡൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നങ്ങനെ ഓവറോൾ ഒരു 4.9K പ്രോഫിറ്റ് ഇട്ടിട്ടുണ്ട്. ഒറ്റ ട്രേഡ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് രണ്ടും ജസ്റ്റ് അല്ലാണ്ട് എടുത്തിരുന്ന ജസ്റ്റ് ഒരു ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി എടുത്തിരുന്ന ട്രേഡായിരുന്നു. അപ്പോൾ ഈ ഒരൊറ്റ ട്രേഡ് മാത്രമേ ഞാൻ ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ട്രേഡിൽ 4.9K പ്രോഫിറ്റ് കിട്ടിയതോടുകൂടി ഞാൻ പിന്നെ വേറെ ട്രേഡൊന്നും എടുക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നില്ല. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും അങ്ങനത്തെ ഒരു മൊമെൻറ്റം ആയിരുന്നു കണ്ടിരുന്നത്. നാളെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അപ്സൈഡ് മൊമെൻറ്റമാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നതെന്ന്. നാളത്തെ ട്രേഡിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതാണ്. താങ്ക് യു.